നമസ്കാരം. പ്രതിപക്ഷ നേതാവ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്താണ് പറഞ്ഞു വരുന്നതെന്നല്ലേ? അതെ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ നേരിടുന്ന ഒന്നാണ് വിഷയദാരിദ്ര്യം. അത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു. ഇന്നും ഇന്നലെയുമല്ല നേതാവിന് വിഷയദാരിദ്ര്യം നേരിടുന്നത്. കഴിഞ്ഞ കുറേ നാളായി ഈ പ്രശ്നം സതീശനെ അലട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് സതീശന് ഈ അസ്വസ്ഥത. വലിയ ബിൽഡപ്പ് ഇട്ടാണ് സർക്കാരിനെതിരെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. ഒടുവിൽ അത്തരം ആരോപണങ്ങളുടെ അവസ്ഥ അമ്മാത്തെന്ന് ഇറങ്ങുകയും ചെയ്തു. ഇല്ലത്ത് എത്തിയതുമില്ല എന്നാണ്. തൃശൂർ പൂരം കലക്കലിൽ മുഖ്യമന്ത്രിയെ പൂരം കലക്കി എന്ന് വിളിച്ചിട്ട് അവസാനം ആര് വിളിച്ച് എന്ത് വിളിച്ച് എന്ന അവസ്ഥയിലെത്തി. അവിടെയും തീർന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്റെ RSS കൂടിക്കാഴ്ചയും അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു സതീശന്. ഇപ്പോൾ അതാ ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ വി.ഡി. സതീശന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വെറും ആരോപണങ്ങളായി തീരുകയാണ്. പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കുന്നതിന് കോളേജിന്റെ മറവിലെന്നായിരുന്നു സതീശന്റെ വാദം. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വാദം കോളേജ് അധികൃതർ തള്ളി. കോളേജിന്റെ സ്ഥലത്തല്ല ബ്രൂവറി വരുന്നതെന്നും പ്രയാഗ കോളേജ് ചെയർമാൻ സന്ദീപ് പറഞ്ഞു. കോളേജ് തുടങ്ങാൻ വേണ്ടിയാണ് കമ്പനി 2 വർഷം മുമ്പ് സ്ഥലം വാങ്ങിയതെന്നാണ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. ചില മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ച് വ്യാജ വാർത്ത നൽകി. എന്നാൽ കോളേജ് അധികൃതരുടെ തുറന്നു പറയലോടെ നാണം കെട്ടിരിക്കുകയാണ് സതീശൻ. ബ്രൂവറിക്ക് അനുമതി നൽകിയ കമ്പനി ദില്ലി മദ്യനയ കേസിൽ ഉൾപ്പെട്ട കമ്പനിയാണെന്നാണ് സതീശൻ ആരോപിച്ചിരുന്നത്. രഹസ്യമായി എന്തുകൊണ്ട് ഈ കമ്പനിയുമായി ചർച്ച നടത്തി? മറ്റു കമ്പനികളെ എന്തുകൊണ്ട് അറിയിച്ചില്ല? പുതിയ നയത്തിന് വിരുദ്ധമായിട്ടാണ് നിലവിലെ പദ്ധതിയെന്നുമാണ് സതീശൻ ആരോപിച്ചത്. എന്തായാലും ആരോപണം പൊളിഞ്ഞപ്പോൾ താനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന നേതാവിന്റെ അടുത്ത വാദം വന്നു. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തൽ സ്വാഭാവികമാണ്. അതാണ് ഇവിടെ സതീശനും കാണിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.